അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഇത് ബൂട്ടായിട്ടുള്ളൊരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അത് ഒരു സോക്സ് വാങ്ങിയിട്ടുണ്ട്. 150 രൂപയാണ് ഈ സോക്സിൻ്റെ റേറ്റ് വരുന്നത്. 170 രൂപയാണ് ഇതിൻ്റെ വരുന്നത്. പക്ഷെ നമുക്ക് 150 രൂപ വാങ്ങിയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഒരു സോക്സാണ് വാങ്ങിയേക്കുന്നത്. നമ്മുടെ അവിടെ കളി തുടങ്ങിയിട്ടുണ്ട്, ഫുട്ബോൾ കളി തുടങ്ങാറായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പോയിട്ട് വാങ്ങിയതാണിത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ബൂട്ടിൻ്റെ ലൈസ് എന്ന് പറയുന്നത് വൈറ്റ് ലൈസാണ് ബൂട്ടിന് വന്നേക്കുന്നത്. ബൂട്ടും വൈറ്റാണ്, അതിൻ്റെ ലൈസും വൈറ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ബൂട്ട് വാങ്ങിയപ്പോൾ തുടങ്ങി നമ്മളത് ഇട്ട് കളിക്കുന്നത്. പക്ഷെ നല്ല ചെളിയുണ്ട്, കഴുകിയാലും നന്നായിട്ട് കളർ വരുന്നില്ല. അപ്പോൾ അത് കാരണം നമ്മൾ അതിൻ്റെ ലൈസ് മാറ്റിയിട്ട് ഒരു ഗ്രേ ലൈസ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതാകുമ്പോൾ അധികം ചെളി അറിയില്ല, അത് കാരണം കൊണ്ട് കളറും കാണാൻ നല്ല രസമാണ്. അപ്പോൾ അത് കാരണം അത് നമ്മൾ ഒരു ജോഡി വാങ്ങിയിട്ടുണ്ട്. വരുന്നത് നമ്മുടെ ബ്ലെക്സിൻ്റെ ബൂട്ടാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇത് 5 കൊല്ലമായിട്ടാണ് നമ്മുടെ കയ്യിൽ ഈ ബൂട്ട് ഇരിക്കുന്നത്. ഇത് 900 രൂപയാണ് വന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ ഗ്രാസ് ബൂട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പുല്ലിലും കളിക്കാം, പിന്നെ അതുപോലെ തന്നെ ഗ്രൗണ്ടിലും കളിക്കാൻ പറ്റും. ഇതിൻ്റെ അടിയിൽ വരുന്ന ഷോള് ചെറിയ ഷോളാണ്. ഇതിൻ്റെ വലുതാണ് നമ്മൾ ഗ്രൗണ്ടിൽ കളിക്കുന്നത്. ഇത് ചെറിയ ഷോളാണ്. അതുപോലെ തന്നെ ഇത് നമ്മൾ ഗ്രൗണ്ടിൽ കളിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പല്ല് ഉറഞ്ഞ് തീരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇതിൻ്റെ പല്ല് ചെറുതാണ് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് നമ്മൾ ഇത് ഗ്രാസ് ബൂട്ട് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് തന്നെ. എൻ്റെ സൈസ് വരുന്നത് 5ൻ്റെ ബൂട്ടാണ് വരുന്നത് കേട്ടോ. ഇതിട്ട് ഒരുപാട് കളിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ പരിക്കില്ലാത്ത കളി കാരണം കൊണ്ട് ബൂട്ടിനൊന്നും പറ്റിയില്ല. പിന്നെ ടർഫ് കളിയാണ് കൂടുതലുള്ളത്. അത് കാരണം കൊണ്ട് ഇതിന് അങ്ങനെ ഒരു ഉപയോഗം വന്നിട്ടില്ല. മര്യാദയ്ക്കും തേഞ്ഞ് പോയിട്ടൊന്നുമില്ല കട്ടയുടെ അടിവശമൊന്നും. അപ്പോൾ നമുക്ക് ബൂട്ടിൻ്റെ ലൈസ് കെട്ടാൻ നോക്കാം. ഈ കെട്ടെന്ന് വെച്ചാൽ ഇത് പലരും കെട്ടിയിട്ടുണ്ടാവും, എന്നാലും കെട്ടാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള കെട്ടാണ്. നമ്മൾ ക്രോസ് ആയിട്ട് കെട്ടുന്നുണ്ട്. അത് ഇത്തിരി ടൈറ്റ് കുറയും. ഇങ്ങനെ കെട്ടുമ്പോൾ അത്യാവശ്യം ടൈറ്റ് ആവുകയും ചെയ്യും. അടിയൊക്കെ ബുള്ളറ്റ് പോലെ അടി പോവുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു കെട്ടാണിട്ടത്. ഇത് നമ്മൾ ഈ 2 ഗ്യാപ്പ് വിട്ടിട്ടാണ് കെട്ടുന്നത് തന്നെ. ഇത് ശ്രദ്ധിച്ചാൽ മതി. ഇതെങ്ങനെ പറഞ്ഞു തരണം എന്നറിയില്ല. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഇതെങ്ങനെ കെട്ടണമെന്ന്. അപ്പോൾ ഇതേപോലെ കെട്ടി കഴിഞ്ഞിട്ട് നമ്മൾ ഇൻസ്റ്റെപ്പിക്ക് അടിക്കണം. ഇൻസ്റ്റെപ്പിക്ക് അടിക്കുമ്പോൾ തന്നെ നല്ല ബോളിൻ്റെ സൈഡിൽ അടിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് പോവാനുള്ള ചാൻസ് കൂടുതലാണ്. പോവാന്ന് വെച്ചാൽ ഇത്തിരി അടിക്കിത്തിരി പവർ ഉണ്ടാവും. അതാണ് ഇതിങ്ങനെ കെട്ടണതിൻ്റെ ഉപയോഗം കേട്ടോ. അപ്പോൾ നമുക്ക് ബൂട്ടിൻ്റെ ലൈസ് ഒന്ന് കെട്ടുന്നത് പഠിക്കാം.
ഇത് കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വള്ളി ഒന്ന് ലൂസാക്കി കൊടുത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് കാലിടാനായിട്ട് പറ്റില്ല. നമ്മൾ കളിക്കുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്കത് ലൂസാക്കാനായിട്ട് നിൽക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പരിപാടി തീരും ചെയ്യും കേട്ടോ. Star floating to the sky. The summer was alive, going to the end of time. I can see the. അങ്ങനെ നമ്മുടെ ബൂട്ടിൻ്റെ ലൈസൊക്കെ കെട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്തിട്ട് പരിപാടി എന്ന് വെച്ചാൽ സോപ്പ് റൂള് വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ബൂട്ട് എലി കാര്യമുണ്ടായിരുന്നു, അപ്പോൾ അത് കാരണം അത് ഞാൻ തുന്നിയിട്ടുണ്ട്, അപ്പോൾ അതും ഒട്ടിക്കണം. ഇതൊട്ടിക്കണം എന്തിനാന്ന് വെച്ചാൽ ബൂട്ട് ഗ്രൗണ്ടിൽ ഇപ്പോൾ കളിക്കുന്ന ഗ്രൗണ്ടിൽ കളിക്കാൻ പോകണം. അപ്പോൾ അത് കാരണം സൈഡൊക്കെ കീറാൻ ചാൻസ് കൂടുതലാണ്, തട്ടി പൊട്ടാൻ ചാൻസ് കൂടുതലാണ്. ഫ്ലക്സ് ഒട്ടിക്കുന്ന സൂപ്പർ റൂള് വേണ്ട നമ്മൾ ഇത് ഒട്ടിക്കുന്നത്. അപ്പോൾ ഇത് കാരണം ഇത്തിരി ഉറപ്പ് കിട്ടും, അത് കാരണം പെട്ടെന്ന് കീറിപ്പോവില്ല. അപ്പം അങ്ങനെ ഒരു ഉപയോഗമുണ്ട് ഈ പശ കൊണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഒട്ടിച്ചിട്ടൊന്ന് ഉണക്കാൻ വയ്ക്കണം, ഒരു ദിവസം ഉണക്കാൻ വയ്ക്കണം. അത് കഴിഞ്ഞ് നല്ല ടൈറ്റാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് കളിക്കാൻ ഉപയോഗിക്കാം. അതേപോലെ തന്നെ വേൾഡ് കപ്പ് കളിയൊക്കെ വരല്ലേ, അപ്പോൾ അതിന് മുന്നേ നമ്മുടെ അവിടെ പാടത്ത് കളി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെറിയൊരു വീഡിയോ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഇത് ഫുട്ബോൾ കളിക്കാർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിലാണ്. ബൈ.